നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള സീക്രട്ട് ആയിട്ടുള്ള ചിന്തകൾ എന്താണ്, ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ ജെനുവിനായിട്ട് തന്നെ ഈ വ്യക്തി സീക്രട്ടായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിരിച്ച് അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്കൊരു വിശ്വാസം ഉള്ളത് നിങ്ങളും അവരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെന്റിൽ, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സിറ്റുവേഷനിലാണ് അവർക്ക് ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുന്നത്, ഒരു വിക്ടറി ഉണ്ടാവുന്നത് എന്ന് ഈ വ്യക്തി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈഫിൽ ഒത്തിരി കാര്യങ്ങളിൽ ഈ വ്യക്തി ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട്. അവർക്ക് അറിയില്ല എന്തൊക്കെ തടസ്സങ്ങളോ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എങ്കിൽ പോലും അതിനെല്ലാം അവർക്ക് എന്താണ് ഒപ്പോസ് ചെയ്യണമെന്ന് അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫിൽ സംഭവിക്കുന്ന മറ്റ് ട്രാൻസ്ഫോർമേഷൻ എല്ലാം ഈ വ്യക്തി അവഗണിക്കുന്നുണ്ട്. നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്നുള്ള അമിതമായിട്ടുള്ള ഒരു ഉത്കണ്ഠ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. മേ ബി നിങ്ങളുടെ മുന്നിൽ അവർ ഒട്ടും എക്സ്പ്രസീവ് അല്ല. അതായത് അവർ അത്രയും പ്രകടിപ്പിക്കുന്നില്ല. എത്രമാത്രമാണോ അവരുടെ ആ ഉള്ളിലുള്ള ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രണയമുള്ളത്, അത് നിങ്ങളോട് ഒരിക്കലും അവർ എക്സ്പ്രസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായ സമയത്ത് അവരിപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, നിങ്ങളുടെ ഓരോ മൂമെന്റും അറിയാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ അമിതമായിട്ട് ആഗ്രഹിക്കുകയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ അറിയാതെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത്രയും സീക്രട്ടായിട്ട് നിങ്ങളെ അവര് പ്രണയിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി അവര് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്കിപ്പോ ഒരു അസൂയ പോലും തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത് ചിലപ്പോൾ അവര് നിങ്ങളെ സ്പൈ ചെയ്യുന്നൊക്കെ സമയത്ത് അവർ അറിയുന്നുണ്ടായിരിക്കാം. അതിന്റെ പേരിൽ അവർക്ക് ഒരുപാട് ഡൗട്ട് ഫീൽ ചെയ്യാണ്. സീക്രട്ടായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. നിങ്ങൾ അവരിൽ നിന്നും അകന്ന് പോവുകയാണോ, നിങ്ങൾ മറ്റൊരു വേൾഡിലേക്ക് മൂവ് ചെയ്യുകയാണോ, അവരെ ഉപേക്ഷിച്ച് പോവുകയാണോ, ഇത്തരം ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അത്രയും സീക്രട്ട് ആയിട്ടുള്ള തോട്ട്സിൽ വരുന്നത് ഈ കാര്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവര് കൂടുതലായി സ്പൈ ചെയ്യുന്നത്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും അവരുടെയും നിങ്ങളുടെയും റിലേഷൻഷിപ്പിനിടയിൽ ശക്തമായിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. മെയിൻലി അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഏഹ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രബിൾസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടായത്. യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ സെപ്പറേഷൻ അവരെ മാനസികമായിട്ട് ഒരുപാട് തകർത്തിട്ടുണ്ടായിരിക്കണം. അവരത്രയും ഡൗൺ ആയി പോകുന്നുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവരിലേക്ക് ഫോക്കസ് ചെയ്യാനും സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, ഒരുപാട് ആക്ഷൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് കുറച്ച് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ധൈര്യമായിട്ട് വരാനും കഴിയുന്നില്ല. മേ ബി ഇപ്പോൾ അവരുടെ ഒരു ഡൗട്ട്, നിങ്ങളിപ്പോൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു, നിങ്ങളിൽ ഒരുപാട് ചേഞ്ച് അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ആയിട്ട് അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. ഇനി അവർ നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടും അവരുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സീക്രട്ടായിട്ട് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് ആണ്. ഓക്കെ, ഇത് സീക്രട്ട് ഫീലിങ്സ് ആണ് നമ്മൾ എടുത്തതെങ്കിലും ഒരു ഹിഡൻ ഫീലിങ്സ് ഒക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ആ ഒരു എനർജിയാണ് ലഭിക്കുന്നത്.
ഓക്കെ. അപ്പോൾ അവർ ഒത്തിരി ആങ്ഷ്യസ് ആണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് അവർ അമിതമായിട്ട് ഉത്കണ്ഠപ്പെടുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. അമിതമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് പൊസസീവ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്ക് വളരെയധികം എക്സ്പെക്റ്റേഷൻ തരുന്ന ഒരു കാർഡാണ്, ഒരു എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതായത് വലിയ തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും. കറന്റ് സിറ്റുവേഷൻ എന്ത് തന്നെ ആയിരുന്നാലും ഇതിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും നിങ്ങളുടെ ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ എടുക്കുക, ചിന്തിക്കുക. അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ഗിവ് അപ്പ് ആവരുത്. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാര്യങ്ങളും ലൈഫിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നതല്ല. ഇപ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നാലും പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നാലും അതിലിങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് കടന്നു പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ വരുന്ന നല്ല നല്ല കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പ്രസന്റ് ടൈമിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എൻ്റെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ വന്ന് ചേരും എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്ത നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ. യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. നിങ്ങളാണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ജീവിത പങ്കാളി. നിങ്ങൾക്ക് പകരം മറ്റൊരു വ്യക്തിയും അവരുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ? ഓക്കെ. നമ്മൾ റീഡിങ്ങിലും പറഞ്ഞ കാര്യമാണ്. അവരെ നിങ്ങൾ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുമോ? ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. അവരുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ നഷ്ടമായ നിമിഷമാണ്, അല്ലെങ്കിൽ ആ ഒരു ദിവസമാണ് ഏറ്റവും ഏറ്റവും കഠിനകരമായിട്ടുള്ളൊരു ദിവസമായിട്ട് അവർ കാണുന്നത്. ഐ വോണ്ട് ടു ചേഞ്ച്. ഓക്കെ. മേ ബി ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം സംഭവിക്കണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. യു വെയർ റോങ്. ഓക്കെ. നിങ്ങൾ ചിലപ്പോൾ അവരെ തെറ്റിദ്ധരിച്ചതായിരിക്കാം. നിങ്ങളുടെ ഭാഗത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. മേ ബി അവരെ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നായിരിക്കാം. ഓക്കെ. Right now, I am realizing that I was selfish and immature. Please forgive me. I am sorry, sorry, sorry. ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുകയാണ് അവർ സെൽഫിഷ് ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ഇമ്മച്ചുവർ ആയിട്ട് അവർ പെരുമാറിയിട്ടുണ്ടാവാം. അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ പോലും ഉണ്ടായത്. അതുകൊണ്ട് അവരോട് നിങ്ങൾ ക്ഷമിക്കുക. അത്രമാത്രം അവർ നിങ്ങളോട് സോറി പറയുകയും ചെയ്യുന്നു.